ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണിത്. നല്ല രീതിയിൽ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഈ തക്കാളി അരച്ച രസം ചെയ്തിട്ടില്ലെങ്കിൽ തക്കാളി അരച്ച രസം ഉറപ്പായിട്ടും ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, തക്കാളി അരച്ച് ആ ചെറിയ ചെറിയ തരികളായിട്ടാണ് എല്ലാം ഉള്ളത്. ഒരുപാട് വലിയ കഷ്ണങ്ങളല്ല. തക്കാളി വഴറ്റിയിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് രസം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതുപോലെയും രസം ഉണ്ടാക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ചൂട് മാറിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയില ഇടുക. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മുടെ രസത്തിൻ്റെ പരിപാടി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ രസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് എടുക്കാം, എരിവിനനുസരിച്ച്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ കുരുമുളക് മതി. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. പിന്നെ 3 തക്കാളി. ഒരു തക്കാളി ചെറുതാണ്, അതുകൊണ്ട് ഒരു വലിപ്പം കൂടിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കുക, ചെറിയ തക്കാളി ആണെങ്കിൽ 3 എടുക്കുക. പച്ചമുളകും എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4 എടുക്കാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 8 മുതൽ 10 വരെ എടുക്കാം. അതുപോലെ 6-7 ഉള്ളി എടുക്കാം. ഇതിപ്പോൾ ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. ഉള്ളിയുടെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഉള്ളിയൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മല്ലിയില നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. മല്ലിയില ചേർത്താലേ രസം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുരുമുളക് എടുത്തു വച്ചിരിക്കുന്നത്, നമ്മുടെ ജീരകം എടുത്തു വച്ചിരിക്കുന്നത്, ഒരു തണ്ട് കറിവേപ്പില, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇത്രയും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് ചതച്ച് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിയും കുരുമുളകും എല്ലാം ചേർത്ത് ചതച്ചെടുത്തിട്ട് കണ്ടോ, ഇതുപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ബൗളിൽ തന്നെ നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കാം. തക്കാളി കട്ട് ചെയ്തും ചേർക്കാം, അരച്ചും ചേർക്കാം. അരച്ച് ചേർക്കുമ്പോൾ കൂടുതൽ കൊഴുപ്പ് കിട്ടും നമ്മുടെ രസത്തിന്. അപ്പോൾ ഞാൻ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ടെ. വലിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി, നമുക്ക് അരയ്ക്കാനല്ലേ. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഒന്ന് ചതഞ്ഞ പോലെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോരുത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി ആണെങ്കിൽ വല്ലാതെ അരഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കേണ്ട, ഒരു മീഡിയം പഴുപ്പുള്ള തക്കാളി എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാളൻപുളിയാണ്. തക്കാളിയുടെ പുളി അനുസരിച്ച് പുളിയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയൊക്കെ മതിയാവും നമ്മൾ 3 തക്കാളി ചേർക്കുമ്പോൾ. അപ്പോൾ ഇനി ഞാൻ തക്കാളിയും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയെ നമ്മളിതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടില്ല, ഒന്ന് ചതഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ രസം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് രസം ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചതച്ച് വെച്ച മസാലയും തക്കാളിയും ഒക്കെ വഴറ്റാനുള്ള വെളിച്ചെണ്ണ കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം കടുക് ചേർക്കാം. 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഉലുവ രസത്തിൽ മസ്റ്റാണ് കേട്ടോ. നിർബന്ധമായിട്ടും ചേർക്കേണ്ട കാര്യങ്ങളാണ് ഉലുവ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയും പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എല്ലാം ചേർന്ന് മിക്സിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരണം. ഇതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. രസമാകുമ്പോൾ കറിവേപ്പിലയൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് വെളിച്ചെണ്ണയിൽ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എരിവിനായിട്ട് നമ്മൾ കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു കളറിന് വേണ്ടി ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായി മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നമുക്ക്.
അപ്പോൾ നമ്മുടെ പൊടികളും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പരിപ്പ് ചേർത്ത് രസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ച വെള്ളം ഇത് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പല രീതിയിൽ നമുക്ക് രസം ഉണ്ടാക്കാം. അതിലൊരു രീതി ഇങ്ങനെയാണെന്നേ ഉള്ളൂ. പല രീതിയിലുള്ള രസം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായമാണ്. കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് തക്കാളി ഇളക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുളിവെള്ളത്തിലെല്ലാം കിടന്നിട്ട് തക്കാളി കുക്കാവേണ്ടതാണ്. തക്കാളി നന്നായിട്ട് വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാളൻപുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം, നമുക്ക് എത്ര രസം വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ദിവസത്തേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർക്കാം. ശർക്കര ചേർത്താലാണ് രസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാൻ എന്താ ഇത്രയും ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ചേർക്കാതിരിക്കാമോ എന്ന് ചോദിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ശർക്കര ചേർത്താലേ ചില കറികൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം, ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര തന്നെ ചേർത്തോളൂ. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല. 1-2 തിള വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളിയൊക്കെ വഴറ്റി, തക്കാളി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അത് വഴറ്റിയിട്ടൊക്കെ രസം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് സമയം തിളച്ചോട്ടെ. ഇതിപ്പോൾ നമ്മൾ എല്ലാം അരച്ച് ചേർത്ത് വഴറ്റിയെടുത്തതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി 2 പ്രാവശ്യം ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രസം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ രസത്തിൻ്റെ പരിപാടി. വളരെ എളുപ്പത്തിൽ കഴിയും. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ തണ്ട് ആദ്യം ഇട്ട് കൊടുക്കുക. ഇല പുറകെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇല പിന്നീട് ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലാണ് നമ്മുടെ രസത്തിൽ കാണാനൊരു ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ ആ ഫ്ലേവർ ഒന്ന് രസത്തിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ തണ്ടും കുറച്ച് ഇലയും ചേർത്തിട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം, പുളി കുറവാണെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാൻ വീണ്ടും. അപ്പോൾ ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ ശർക്കര ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി കുറുകിയ രസം വേണമെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഇനി വേറെ പരിപാടി ഒന്നുമില്ല. പിന്നെ പരിപ്പ് വേവിച്ച വെള്ളം ചേർക്കുകയാണെങ്കിൽ തുവരപ്പരിപ്പാണ് നമ്മൾ വേവിച്ചിട്ട് വെള്ളം ചേർക്കേണ്ടത്. അത് ഞാനിപ്പോൾ വെള്ളം ചേർത്തില്ലേ, പുളി ചേർത്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജിൽ തുവരപ്പരിപ്പ് വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പരിപ്പിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും. ആ രസത്തിന് വേറൊരു ടേസ്റ്റാണ്, ഈ രസത്തിൻ്റെ ടേസ്റ്റ് അല്ല അതിന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ രസം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തീരുന്നത് വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല. ആവശ്യത്തിന് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക, കഴിക്കുക. ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഈസിയാണ്. ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് സവാള ചേർക്കരുത് കേട്ടോ. ഉള്ളി തന്നെ ചേർക്കണം. കുറച്ച് ഉള്ളി എടുക്കുന്ന ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ തന്നെ ചേർത്തിട്ട് രസം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തനി നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് മാത്രം രസം ഉപയോഗിക്കുക. തിളച്ച ചൂടോടെ ഉപയോഗിക്കരുത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നന്നായിട്ട് ചൂട് മാറിയിട്ട് മാത്രം രസം ഉപയോഗിക്കുക. അപ്പോഴാണ് രസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.